അർജുനെ കാണാതായിട്ട് 3 ആഴ്ചത്തോളമായി. ഇപ്പോൾ ഇതാ സന്തോഷ വാർത്തകളും ആശ്വാസ വാർത്തകളും പുറത്തു വരികയാണ്. അർജുനെ കാണാതായത് കഴിഞ്ഞ മാസം 26-ാം തീയതിയായിരുന്നു. ശിരൂരിൽ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ 11 പേരെ കാണാതാവുന്നു. അതിൽ 8 പേരെ കണ്ടെത്തുമ്പോഴും 3 പേരെ കിട്ടിയില്ല. അതിൽ ഒരാൾ കേരള സ്വദേശി അർജുനായിരുന്നു. അന്ന് തുടങ്ങിയ കാത്തിരിപ്പാണ് അർജുന് വേണ്ടിയുള്ളത്. ഒരു കുടുംബം മാത്രമല്ല, കേരള ജനത മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി. അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യം എന്നും അവശേഷിക്കുകയാണ്. ഇപ്പോൾ ഇതാ കർണാടക ശിരൂരിൽ നിന്നുള്ള സന്തോഷ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയാണ്. അർജുൻ്റെ വണ്ടിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ നേരത്തെ കണ്ടെടുത്തു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞ കാര്യം തന്നെയാണ്. അതൊരു ആശ്വാസ വാർത്ത തന്നെയായിരുന്നു. എന്തെന്നാൽ അർജുനെക്കുറിച്ച് ഒരു വിവരം പോലും ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥിതിക്ക് അർജുനെ വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടി എന്നത് തന്നെ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഗോവയിൽ നിന്നും വലിയൊരു മെഷീൻ തന്നെ അവർ ഇറക്കുമതി ചെയ്തിരിക്കുന്നു അർജുന് വേണ്ടി. അർജുനെ കണ്ടുകിട്ടാൻ വേണ്ടി അവർ ആ മെഷീൻ ഉപയോഗിക്കാൻ പോവുകയാണ്. അർജുൻ്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിയ അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് മണ്ണും ചളിയും എല്ലാം തന്നെ മാറ്റിയെടുത്ത് അർജുൻ്റെ ലോറി കണ്ടെടുക്കാനുള്ള ശ്രമം തന്നെയാണ്. അർജുൻ്റെ ലോറി ഉടനെ തന്നെ കണ്ടെടുക്കുമെന്നും അർജുനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ പുറകെ വരും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും മലയാളികളുള്ളത്. എന്നിരുന്നാൽ കൂടി അവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. അർജുൻ്റെ അവസ്ഥ എന്തായിരിക്കും? അർജുന് ജീവനോടെ തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അർജുൻ്റെ നില ഗുരുതരമായിരിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അർജുനെ കാണാതായിട്ട് 3 ആഴ്ചത്തോളമായി. 3 ആഴ്ചത്തോളമൊന്നും ഒരിക്കലും ഒരാൾക്ക് ജീവനോടെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടി മായാജാലങ്ങൾ പ്രതീക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന വിശ്വാസത്തിൽ ഇന്നും മലയാളികൾ നിലകൊള്ളുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു ഭാഗത്ത് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ മറുഭാഗത്ത് അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യം വളരെ വലിയ രൂപത്തിൽ തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ അർജുൻ്റെ കുടുംബത്തിന് ആശ്വാസ വാർത്തകളുമായി നേരത്തെ കോർപ്പറേറ്റ് സഹകരണ ബാങ്കെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ കുടുംബത്തിൽ ഏക സമ്പാദ്യ മാർഗം തന്നെയായിരുന്നു അർജുൻ പോയ സ്ഥിതിക്ക് അർജുൻ്റെ കുടുംബം ഇനി ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് കോർപ്പറേറ്റ് സഹകരണ ബാങ്ക് അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലിയുമായി രംഗത്ത് വരുന്നത്. ഇത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ അർജുൻ പോയപ്പോൾ അർജുൻ്റെ കുടുംബം വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അർജുൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സമ്പാദ്യ മാർഗം വേണം. അത് അർജുൻ്റെ ഭാര്യയ്ക്ക് നൽകിയ ഒരു സഹായ സമ്പന്നമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് കോർപ്പറേറ്റ് സഹകരണ ബാങ്ക്. കഴിഞ്ഞ ദിവസം അർജുൻ്റെ വീട്ടിലെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെല്ലാം തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ആ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന കാര്യം തന്നെയാണ്. അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിലുകൾ കിട്ടാൻ വേണ്ടി മലയാളികളും എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാ ഡീറ്റെയിൽസും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ കൂടെ കുടിക്കും.